ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഡൽഹിയാണ്, അതായത് 6th ഡേ. നമ്മളിതാ ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ദിവസമായപ്പോഴേക്കും ഡൽഹിയിൽ നല്ല രീതിയിൽ പുക കൂടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ഡൽഹി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ നേരത്തെ എവിടെ എത്തിയിരിക്കണേ? യാ, അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഗേറ്റ് അല്ല, എന്താണ്, ചെക്കിനെല്ലാം ഓപ്പൺ ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പുറത്തെ പുകയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ ഡൽഹി എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. നമ്മൾ ഡൽഹി എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര സ്മോക്കൊക്കെ ഉള്ളൊരു ദിവസം, ഭയങ്കര പുക. ഇതിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ കാണുന്നത് മുഴുവൻ പുകയാണ്. 4 മണിക്കൂർ മുമ്പ് എത്തി ഞങ്ങൾ അകത്ത് കയറിയത്, എന്നിട്ടും ചുമ വരിക. എന്താണെങ്കിലും ഇത് ശരിക്കും ഡൽഹിയിൽ നിന്നുള്ളൊരു എസ്കേപ്പ് തന്നെയാണ്. അന്നപ്പം എന്താ ചെയ്യണേ? അന്ന നമ്മുടെ ഹോട്ടലിന് റിവ്യൂ കൊടുക്കുകയാണോ? ആകെ കൂടി 62 ഗേറ്റ്സ് ഉള്ള എയർ ഇന്ത്യ നമുക്ക് 60th ഗേറ്റാണ് തന്നത്. നമ്മുടെ മനപ്പൂർവ്വം എയർ ഇന്ത്യ ഒരു പണി തന്നാണോ? സ്റ്റെപ്സ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മളോട് പറഞ്ഞതാണ്. ഇപ്പോൾ സമയം 3 മണിയായിട്ടുള്ളൂ. ഇവിടെ ഡൽഹിയിലെ പുക കണ്ടോ? നമ്മുടെ എയർ ഇന്ത്യയിൽ സ്റ്റെപ്പ് കയറി പോകുന്ന വിചാരിച്ച്, പക്ഷേ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ A320 വിമാനത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. Hey guys, it's Elena. So I'm gonna do this portion of the voiceover, but as you can see us waiting in the plane for takeoff. The seating was a little different to what we usually sit in. So there were 2 rows of 3 seats. So Gio, myself and my mother sat on one side and my dad shared with 2 other people. So this is Gio recording from his window seat, which was actually something that we planned since I had taken window seat last time. But this is our takeoff. It was a steady takeoff. If you look outside right now, you can see the fog in Delhi, and that's something else we realized when we were there. And we were met with this beautiful sunset, I believe. It was so beautiful. The outside of the plane was beautiful, but also the orange sun came inside of the plane, and they had these little pockets of sunshine. So you can see me taking pictures over there. Ever since we were traveling, I've been telling my family that I've wanted to see a sunset or a sunrise on a plane, so I was just awestruck by how beautiful it looked. So we made sure to take this opportunity and get a lot of pictures. So I'll let you enjoy the rest.
സൺസെറ്റ് എല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഫുഡ് എത്തിപ്പോയി. ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന നോൺ വെജ് ഫുഡെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വെജാണ് കിട്ടിയത്. കുട്ടികൾക്ക് നോൺ വെജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നോൺ വെജ് ഓപ്ഷനായിട്ട് അവർ ചില്ലി ചിക്കനും പിന്നെ ചപ്പാത്തിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെജായിട്ടുള്ള എനിക്ക് കിട്ടിയത് ഒരു ബണ്ണും അതിൻ്റെ കൂടെ ചെറുപയർ കറിയുമായിരുന്നു. എൻ്റെ നോൺ വെജ് മീൽ കഴിച്ച് കഴിഞ്ഞിട്ട് I got to taste a bit of my mum's veg meal. It actually wasn't that bad, I think, because we were expecting non-veg. We had very high expectations, but it was very good. അവർ സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ കൃത്യം നോൺ വെജ് തീർന്നു. അപ്പോൾ ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം വെജ് പിടിക്ക്, അത് കഴിഞ്ഞിട്ട് അവർ നോൺ വെജ് തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വെജ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ നോൺ വെജ് എടുത്തില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പീസ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നു. ആ കേക്ക് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അടിയിൽ കസ്റ്റഡ് പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. It was so yummy. അത് കഴിഞ്ഞ് ആഫ്റ്റർ മിൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഒരു സ്ലീപ്പ് മോഡിൽ കുറച്ച് നേരം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് നമ്മൾ ശരിക്കും കൊച്ചിയുടെ മുകളിൽ എത്താറായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ കണ്ണ് തുറന്നതും പ്ലെയിൻ ഏതാണ്ട് ലാൻഡ് ചെയ്യാൻ പോവുമായിരുന്നു. ഇതിപ്പോൾ ജിയോ എടുത്തിട്ടുള്ള ലാൻഡിങ് സീൻസാണ് ഇപ്പോൾ കാണുന്നത്. So right now we are flying above Cochin. I think by this time we've all probably waken up from our nap. It was such a good sleep because we had just had a meal and they dimmed all the lights, so we really got to rest everything off. And as you can see, we've just landed. It's a little shaky and we're always a little scared when we're landing, but it always goes well. And it's so interesting looking at all the lights and seeing the little signs. Cochin International Airport, it really does feel like we've landed at home. But yeah, thank you for watching.